Dear students, good evening. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ക്ലാസിഫിക്കേഷൻസ് ഓഫ് റേഷ്യോസ് അല്ലേ. അതിൽ ഫസ്റ്റ് വൺ എന്താ നമ്മൾ നോക്കിയത്, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ബാലൻസ് ഷീറ്റ് റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ ആൻഡ് കമ്പൈൻഡ് ഓർ മിക്സ്ഡ് റേഷ്യോ പഠിച്ചു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ് അനുസരിച്ച് പ്രൈമറി റേഷ്യോ ആൻഡ് സെക്കൻഡറി റേഷ്യോ നോക്കി. തേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻ അനുസരിച്ച് നമുക്ക് 5 റേഷ്യോസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ കഴിഞ്ഞ ക്ലാസ്. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആൻഡ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. അപ്പോൾ അക്കോർഡിംഗ് ടു ഫങ്ഷൻ അല്ലെങ്കിൽ നേച്ചർ അനുസരിച്ച് നമുക്ക് റേഷ്യോ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി റേഷ്യോ, second one solvency ratio, third one activity ratio, fourth one profitability ratio and fifth one പറയുന്ന മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ഇങ്ങനെ 5 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ദാറ്റ് ഈസ് ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്നുള്ളതാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ, വാട്ട് ഈസ് മീൻ ബൈ ലിക്വിഡിറ്റി റേഷ്യോ? ലിക്വിഡിറ്റി റേഷ്യോനെ നമ്മൾ എന്തും കൂടെ പറയാറുണ്ട്, ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ എന്നും കൂടെ പറയാറുണ്ട്. ദാറ്റ് ഈസ് കമ്പനിക്ക് ഷോർട്ട് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്. ദാറ്റ് ഈസ് ഷോർട്ട് ടേം ലയബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചെറിയ ബാധ്യതകൾ വീട്ടാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂട്ടിലൈസ് ചെയ്യുന്നത്, ലിക്വിഡിറ്റി റേഷ്യോ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കമ്പനിക്ക് ഷോർട്ട് ടേം ഡെറ്റ് പേയ്മെൻറ്റ് കപ്പാസിറ്റി, ഷോർട്ട് ടേം ലയബിലിറ്റി പേയ്മെൻറ്റ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാങ്കർ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർ ഒരു കമ്പനിക്ക് ലോൺ കൊടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് മുൻപ് ലിക്വിഡിറ്റി റേഷ്യോ എന്ത് ചെയ്യും, അവർ അനലൈസ് ചെയ്യും. കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ എത്രത്തോളം ഉണ്ട്, ഷോർട്ട് ടേം സോൾവൻസി പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ബാങ്കർ അല്ലെങ്കിൽ ക്രെഡിറ്റർ കമ്പനിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുള്ളൂ, ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോ 3 നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 3 ഫോർമുലാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കറണ്ട് റേഷ്യോ, സെക്കൻഡ് വൺ പറയുന്നത് ലിക്വിഡ് റേഷ്യോ ആൻഡ് തേർഡ് വൺ പറയുന്നത് അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ഇങ്ങനെ 3 നമ്മൾ എന്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ലിക്വിഡിറ്റി റേഷ്യോനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കറണ്ട് റേഷ്യോ. ഈ കറണ്ട് റേഷ്യോ പറയുന്നത് എല്ലാ ഫിനാൻഷ്യൽ റേഷ്യോസിലെ ഏറ്റവും ഒരു ഓൾഡസ്റ്റ് ഫോം ഓഫ് റേഷ്യോ ആണ് ഏത്, ഈ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറണ്ട് റേഷ്യോ വന്നിട്ട് ഫസ്റ്റ് യൂസ്ഡ് ചെയ്തത് ഇൻ ദ ഇയർ 1891 ഈ കറണ്ട് റേഷ്യോ ആദ്യമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഈവൻ ടുഡേ ഇപ്പോഴും കറണ്ട് റേഷ്യോ വൈഡ്ലി യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ റേഷ്യോ ആണ് ഏത്, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഏത് അപ്ലൈ ചെയ്യുന്നത്, കറണ്ട് റേഷ്യോ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കമ്പനിയുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് കറണ്ട് റേഷ്യോ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദെൻ കറണ്ട് റേഷ്യോയിൽ ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്, ദാറ്റ് ഈസ് കറണ്ട് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കറണ്ട് റേഷ്യോയിൽ 2 വേരിയബിൾ പറയുന്നത് ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ പറയുന്നത് കറണ്ട് അസറ്റും സെക്കൻഡ് വൺ പറയുന്നത് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യലാണ് ഏത്, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യലാണ് ഏത്, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി കറണ്ട് റേഷ്യോന് നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ അല്ലെങ്കിൽ ബാങ്കേഴ്സ് റേഷ്യോ എന്നും കൂടെ പറയാറുണ്ട്. കറണ്ട് റേഷ്യോയുടെ വേറൊരു പേരാണ് എന്ത്, ബാങ്കേഴ്സ് റേഷ്യോ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും കൂടെ ഏതിനെ പറയാറുണ്ട്, കറണ്ട് റേഷ്യോനെ പറയാറുണ്ട്. അപ്പോൾ കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്താണ്, കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്രയാണ്, 2:1 ആണ് കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു കമ്പനി ഏതൊരു കമ്പനി ഈ സ്റ്റാൻഡേർഡ് അബൌട്ട് 2:1 സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അതേസമയം ഇപ്പോൾ ഒരു കമ്പനി ഫെയിൽസ് ടു അച്ചീവ് 2:1 അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ പറയുന്നത് വളരെ വീക്കാണ്. അപ്പോൾ എല്ലാ കമ്പനിയും ദാറ്റ് ഈസ് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ മിനിമം 2:1 സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോഴാണ് അവരുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ സ്ട്രോങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനിയുടെ നമ്മൾ കറണ്ട് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഒരു കമ്പനിക്ക് 1.5:1 ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബിലോ സ്റ്റാൻഡേർഡ് ബിലോ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്, വീക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി എപ്പോഴും ദാറ്റ് ഈസ് അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് 2:1 സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമ്മൾ പറഞ്ഞു കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്താണ്, കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു. ഇനി വാട്ട് ഓൾ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റിൽ എന്തെല്ലാം പെടും ഇവിടെ ശ്രദ്ധിക്കുക. കറണ്ട് അസറ്റ്സിൽ മെയിൻലി വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, cash at bank, marketable securities or short-term securities, short-term investments, bills receivable, sundry debtors, stock or inventories, work in progress and prepaid expenses. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, കറണ്ട് അസറ്റ്സ്. വൺസ് അഗൈൻ ലെറ്റ് മീ ടെൽ യു, നോട്ട് ഡൗൺ വാട്ട് ആർ ദ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ കറണ്ട് അസറ്റ്സ്. Cash in hand, cash at bank, marketable securities or short-term securities, short-term investments, bills receivable, sundry debtors, stock or inventories, work in progress and prepaid expenses. Okay, നമ്മൾ പറഞ്ഞു കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്താണ്, കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു, ഇസ്ന്റ് ഇറ്റ്. അപ്പോൾ അല്ലെ കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് നമ്മൾ ഗോ ത്രൂ ചെയ്തു. ഇനി നെക്സ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. കറണ്ട് ലയബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ് ആണ് നമ്മളറിയാം ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റിയുടെ താഴെ എഴുതുന്ന ഐറ്റംസ്. അത് ഏതൊക്കെയാണ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, short-term advances, provision for tax, dividend payable and bank overdraft. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഏതിൽ വരുന്നത്, കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അല്ലെ കറണ്ട് അസറ്റ്സിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഗോ ത്രൂ ചെയ്തു, കറണ്ട് ലയബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഗോ ത്രൂ ചെയ്തു. അപ്പോൾ ഇവിടെ കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 2:1. ദാറ്റ് ഈസ് എ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദോസ് കമ്പനി ഹു ഈസ് അച്ചീവിങ് സ്റ്റാൻഡേർഡ് അബവ് സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. വെറസ് ദോസ് കമ്പനീസ് ഹു ഫെയിൽ ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ് ഫെയിൽ ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് വീക്കർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ കറണ്ട് റേഷ്യോ എന്താണെന്നുള്ളത് നോക്കി. കറണ്ട് റേഷ്യോയുടെ വേറൊരു പേരാണ് എന്താണ്, ബാങ്കേഴ്സ് റേഷ്യോ. ഇറ്റ് സംടൈംസ് കോൾഡ് ആസ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് അടുത്ത റേഷ്യോ ലിക്വിഡിറ്റി റേഷ്യോസിൽ നെക്സ്റ്റ് വൺ പറഞ്ഞാൽ ലിക്വിഡ് റേഷ്യോ ഓർ ക്വിക്ക്. ലിക്വിഡ് റേഷ്യോയ്ക്ക് വേറൊരു പേരും കൂടെ, വേറെ പേരുകളും ഉണ്ട്. സംടൈംസ് ഇറ്റ് വിൽ ബി നോൺ ആസ് ക്വിക്ക് റേഷ്യോ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നും കൂടെ പറയാറുണ്ട്. അപ്പം ലിക്വിഡ് റേഷ്യോയുടെ വേറെ പേരുകളാണ് ക്വിക്ക് റേഷ്യോ ആൻഡ് ആസിഡ് ടെസ്റ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് റേഷ്യോയുടെ ഇവിടെ നമ്മൾ പഠിക്കാൻ ലിക്വിഡ് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് ലിക്വിഡ് അസറ്റ്സ്, സെക്കൻഡ് വൺ പറയുന്നത് കറണ്ട് ലയബിലിറ്റീസും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിക്വിഡ് അസറ്റ്, വാട്ട് ഇസ് മീൻ ബൈ ലിക്വിഡ് അസറ്റ്, ദോസ് അസറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള അസറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് അസറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, നമുക്ക് ഓൾറെഡി കറണ്ട് അസറ്റ്സ് എന്തെല്ലാം ഐറ്റംസ് ആണ് നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ്, ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളൊരു 9 ഐറ്റംസ് നമ്മൾ ഗോ ത്രൂ ചെയ്തു അല്ലേ കറണ്ട് റേഷ്യോ നോക്കുന്ന സമയത്ത്.
ആ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസ് മൈനസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് വാട്ട് ലിക്വിഡ് അസറ്റ്സ്. ദാറ്റ് ഈസ് എക്സെപ്റ്റ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസസും ഒഴിച്ചുള്ള ബാക്കിയുള്ള അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലിക്വിഡ് അസറ്റ്സ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഓക്കെ, ഇനി കറണ്ട് ലയബിലിറ്റി, ആസ് യു ഓൾറെഡി നോ, കറണ്ട് ലയബിലിറ്റീസ് എന്തെല്ലാം നമ്മൾ കറണ്ട് റേഷ്യോ പഠിക്കുന്ന സമയത്ത് ഒരു 7 ഐറ്റംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് ലയബിലിറ്റീസ്, ഇസ്ന്റ് ഇറ്റ്? ആ 7 ഐറ്റം ടുഗെദർ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കുക. ഇനി ലിക്വിഡ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:1. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഐഡൽ റേഷ്യോ, ദാറ്റ് ഈസ് ലിക്വിഡ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഐഡൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഓക്കെ, അപ്പോൾ ദോസ് കമ്പനി ഹൂ ഈസ് ഫെയിലിംഗ് ടു അച്ചീവ് എന്താണ്, ഈ 1:1 അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് പറയുന്നത്, വീക്ക് എന്നാണ് പറയുന്നത്. അതേസമയം ദോസ് കമ്പനി ഹൂ ഈസ് അച്ചീവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മോർ ദാൻ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അതെന്താണ്, ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ദോസ് കമ്പനീസ് ഹൂ ഈസ് അച്ചീവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് 1:1 അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ്ങർ ആണ്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് റേഷ്യോയിൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലിക്വിഡ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. ദാറ്റ് ഈസ് ക്വിക്ക് അസറ്റ്സ്. ലിക്വിഡ് അസറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെന്നും കൂടെ പറയും, ക്വിക്ക് അസറ്റ്സ് എന്നും കൂടെ പറയാറുണ്ട്. ഈ ലിക്വിഡ് റേഷ്യോ നമ്മൾ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കമ്പനിക്ക് വരുന്ന ഇൻസ്റ്റൻറ്റ് ഡെറ്റ് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്. ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും ഒരു ലയബിലിറ്റി, ഒരു ഡെറ്റ് റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലിക്വിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ റേഷ്യോ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ദാറ്റ് ഈസ് എല്ലാ പോസിബിലിറ്റീസും ലിക്വിഡ് എലമെൻസിലുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, കറണ്ട് അസറ്റിൽ നിന്ന് ദാറ്റ് ഈസ് വി ആർ കാൽക്കുലേറ്റിംഗ് എല്ലാ പ്യൂർലി ആയിട്ടുള്ള എന്താ എടുക്കുന്നത്, ലിക്വിഡ് അസറ്റ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ്സിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും, കാരണം സ്റ്റോക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് ഓൺലി വി ആർ ടേക്കിംഗ് ദ ലിക്വിഡ് എലമെൻറ്റ്സ് ഫ്രം ദ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ നിന്ന് ലിക്വിഡ് എലമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദോസ് അസറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള അസറ്റ്സിനെയാണ് നമ്മൾ ഏതിലെടുക്കുന്നത്, ലിക്വിഡ് അസറ്റ്സിൽ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് വേറെ ദാറ്റ് ഈസ് ലിക്വിഡ് റേഷ്യോയുടെ വേറെ പേരുകളാണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയാറുണ്ട്, അതേപോലെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ പറയാറുണ്ട്. ഇതിന് വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ദാറ്റ് ഈസ് നിയർ മണി റേഷ്യോ എന്നും കൂടെ പറയാറുണ്ട്. എന്താണ് നിയർ മണി റേഷ്യോ? ലിക്വിഡ് റേഷ്യോന് നിയർ മണി റേഷ്യോ എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ലിക്വിഡ് റേഷ്യോ എന്നുള്ളത് ക്ലിയറായി. അതിൻ്റെ സ്റ്റാൻഡേർഡ് വൺസ് അഗൈൻ നോട്ട് ചെയ്തോളൂ, 1:1 ആണ് എന്ത് ലിക്വിഡ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ്. ഇനി നെക്സ്റ്റ് വന്ന് പറയുന്നത് അബ്സലൂട്ട് ലിക്വിഡ് റേഷ്യോ ഓർ ക്യാഷ് പൊസിഷൻ റേഷ്യോ ആണ്. നെക്സ്റ്റ് തേർഡ് വൺ പറയുന്നത് ലിക്വിഡിറ്റി റേഷ്യോയിൽ തേർഡ് വൺ പറയുന്നത് എന്താണ്, അബ്സലൂട്ട് ലിക്വിഡ് റേഷ്യോ. ഈ അബ്സലൂട്ട് ലിക്വിഡ് റേഷ്യോയുടെ വേറൊരു പേരാണ് എന്ത്, ക്യാഷ് പൊസിഷൻ റേഷ്യോ എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാഷ് പൊസിഷൻ റേഷ്യോയുടെ ഫോർമുല, ദാറ്റ് ഈസ് അബ്സലൂട്ട് ലിക്വിഡ് റേഷ്യോയുടെ ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അബ്സലൂട്ട് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. വൺസ് അഗൈൻ അബ്സലൂട്ട് ലിക്വിഡ് റേഷ്യോയുടെ ഫോർമുല എന്താണ്, അബ്സലൂട്ട് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ എന്താണ്, കറണ്ട് ലയബിലിറ്റി എന്നാണ് പറയുന്നത്. കറണ്ട് ലയബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് കറണ്ട് ലയബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് റേഷ്യോ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണ്, ഒരു 7 ഐറ്റംസ് അല്ലേ, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം അഡ്വാൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്,
അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്യുവർലി ലിക്വിഡ് അസറ്റ്സിന്, പ്യുവർലി ക്യാഷിനെയാണ്, ദാറ്റ് ഈസ് പെട്ടെന്ന്, ദാറ്റ് ഈസ് ലിക്വിഡായിട്ട് കയ്യിലുള്ള ക്യാഷിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ്, ക്യാഷും ക്യാഷിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഐറ്റംസ്. ദാറ്റ് ഈസ് നമ്മൾ എന്താ ചെയ്യണം, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ഹാൻഡ്, അതേപോലെ ഷോർട്ട് ടേം സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റ്സിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, ക്യാഷ് ഇൻ ഹാൻഡ്, അതേപോലെ ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി കറണ്ട് ലയബിലിറ്റീസ് ഓൾറെഡി യു നോ ഇറ്റ്. ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1:2 അല്ലെങ്കിൽ 0.5:1 എന്നാണ് പറയുന്നത്. 1:2 ഓർ 0.5:1 ആണ് എന്ത് അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അബ്സൊല്യൂട്ട് വൈ വി ആർ കാൽക്കുലേറ്റിംഗ് അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്, പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെൻറ്റ്, ഇൻ ടൈമിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, എന്തെങ്കിലും ബാധ്യത ഡെറ്റ് വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് റിലീസ് ചെയ്യാനുള്ള, ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അബ്സൊല്യൂട്ട് ലിക്വിഡ് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചില കമ്പനീസ് എന്ത് ചെയ്യാറുണ്ട്, അലോങ് വിത്ത് കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയുടെ കൂടെ തന്നെ അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് നമുക്ക് ചോദിക്കാറില്ല, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് ഈ കറണ്ട് റേഷ്യോ ആൻഡ് ലിക്വിഡ് റേഷ്യോ ആണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റിൽ നിങ്ങൾ ഇതൊന്ന് നോക്കി വെക്കുക. ദാറ്റ് ഈസ് നമുക്ക് കമ്പനി ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് പറയുന്നത് 0.5:1 എത്രയാണ്, 1 ആണ്, അല്ലെങ്കിൽ 1:2. സോ നൗ യു ഗോട്ട് ആൻ ഐഡിയ വാട്ട് ഈസ് മീൻ ബൈ ലിക്വിഡിറ്റി റേഷ്യോസ്. ലിക്വിഡിറ്റി റേഷ്യോസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ ആണ്. കമ്പനിയുടെ ഷോർട്ട് ടേം ലയബിലിറ്റി റീപേയ്മെൻറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഡെറ്റ് കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോസ്. യൂഷ്വലി ബാങ്കറോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സോ നമുക്കൊരു ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുൻപ് ലിക്വിഡിറ്റി റേഷ്യോ എന്ത് ചെയ്യും, അനലൈസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്, കമ്പനീസിന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മെയിൻലി ലിക്വിഡിറ്റി റേഷ്യോസിന് 3 റേഷ്യോസാണ് വരുന്നത്, കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ആൻഡ് അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്താണ്, കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2:1 ആണ്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ലിക്വിഡ് റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1:1 ആണ്. തേർഡ് വൺ പറയുന്നത് അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ആണ്. അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1:2 ഓർ 0.5:1. ഓക്കെ, താങ്ക് യു.